അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമീർ ആശുപത്രിയുടെ ലാബ് റൂമിന്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതെ, സീനത്തിന്റെ പ്രസവം അതുമാത്രമാണ്. അള്ളാഹുവെ, സുഖപ്രസവം പ്രധാനം ചെയ്യ റഹ്മാനെ. അവൻ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. പെട്ടെന്ന് സിസ്റ്റർ അങ്ങോട്ട് വന്നപ്പോൾ, സിസ്റ്ററെ എന്തായി? ക്ഷമിക്കൂ, ഒന്നാമത്തെ പ്രസവമല്ലേ, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. സിസ്റ്ററെ, എന്തെങ്കിലും ഹെൽപ്പ്? ആഹാ, ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നോ? ഈ ഹോസ്പിറ്റലിൽ അത് അലൗഡ് അല്ല. ഇനി മുതൽ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ ഞാൻ ഡോക്ടറോട് പറയാം. ശരിക്കും ഷമീറിനെ ഇട്ടിട്ട് നല്ലൊരു വാക്കാണ് സിസ്റ്റർ പറഞ്ഞത്. എന്നാൽ സിസ്റ്റർ നേരെ പോയി ഡോക്ടറോടത് പറഞ്ഞു. ഡോക്ടറെ, മുംതാസ് ഡോക്ടർ, അതെ, മറ്റൊരു പ്രസവം എടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് അത് പറഞ്ഞത്. ഡോക്ടറെ, ഇപ്പോൾ വന്ന പേഷ്യൻ്റില്ലേ, സീനത്ത്, അതാ ആ കിടക്കുന്ന അവളുടെ ഹസ്ബൻഡിന് തീരെ ക്ഷമയില്ല കേട്ടോ. എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ. അങ്ങനെയൊക്കെ എന്താലേ, ഓരോ ഹസ്ബൻഡുമാർ ഗർഭിണികളാക്കാൻ അവർക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പ്രസവത്തിന് സമയമായി എല്ലാവർക്കും വെപ്രാളാണ്. എന്നാൽ മുംതാസ് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സിസ്റ്ററെ അങ്ങനെയൊന്നും പറയല്ലേ. ഈ സമയം എന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെന്ന് വെച്ചാൽ അതെ, പ്രസവത്തിൻ്റെ സമയം ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ, ആ ഒരു പെണ്ണിനേക്കാൾ ബേജാറും പരിഭവവും ആ പെണ്ണിൻ്റെ ഭർത്താവിനായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ. അതിപ്പോൾ നമ്മളിത്ര പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ആ സിസ്റ്റർ മറ്റൊരു സിസ്റ്ററോട് പറഞ്ഞു, ഡോക്ടർക്ക് അതിനും വലിയതാ. അപ്പോഴേക്കും അതാ ഒരു കുഞ്ഞിൻ്റെ പ്രസവം അവിടെ എടുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതെ, ബാക്കി കാര്യങ്ങളെല്ലാം സിസ്റ്റർ ചെയ്യും. എന്നാൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഗ്ലൗസ് മാറ്റി കൈയെല്ലാം കഴുകിയതിന് ശേഷം അതാ ഡോക്ടർ നേരെ, സിസ്റ്ററെ ആ സീനത്തിൻ്റെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആളെ ഒന്ന് വിളിക്കൂട്ടോ. എന്നാൽ സീനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ തൊട്ടടുത്ത് ലാബ് റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് അതെ ടെൻഷനായി നിൽക്കുന്ന ഷമീറാണ് മുന്നിലേക്ക് വന്നത്. എല്ലാവരും ഉണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഷമീറിൻ്റെ ഉമ്മയുണ്ട്, ആങ്ങളയുണ്ട്. എന്നാൽ ഷമീർ, ഡോക്ടർ എന്താ ഷമീർ, ടെൻഷനുണ്ടോ? സീനത്ത് ഒന്നാമത്തെ പ്രസവമാണ്. അത് അല്പം വൈകിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ. സാവകാശം വേണം. പിന്നെ മരുന്നൊന്നും ഞാൻ ഇട്ടിട്ടില്ല. മരുന്നൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നിമിഷങ്ങൾക്കകം 10 മിനിറ്റ് കൊണ്ട് തന്നെ എന്താകും, കുഞ്ഞ് താഴോട്ട് വളരെയധികം ശക്തിയിൽ ഡോസുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ എനിക്ക് അറിയായിട്ടല്ല മോനെ. എനിക്ക് പറയാനുള്ളത് സാധാരണ ലെവൽക്ക് വരട്ടെ. അവൾക്ക് ഫസ്റ്റത്തേതായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ മരുന്നൊന്നും കുത്തിക്കയറ്റി അത് അങ്ങനെ ആക്കേണ്ട ഒരു ആവശ്യമില്ല. നോർമൽ ഡെലിവറി ആയിട്ട് വരട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ ആളുകൾക്ക് അനുഭവം ഉണ്ടല്ലോ അല്ലേ. അതെ, പെട്ടെന്ന് വേദന അടിച്ചു കയറിയാൽ പ്രഷർ ചിലപ്പം കൂടാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിനെ പിടിച്ച രീതിയിൽ കിട്ടാൻ കഴിയണമെന്നില്ല. അപ്പോൾ പിന്നെ പ്രഷർ കൂടി കുഞ്ഞ് മേലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ എന്തായി തീരും? അത് താഴോട്ടുള്ള ഒരു പ്രസ്സിങ് നമ്മൾ മാക്സിമം നമ്മുടെ ആ ഉമ്മക്ക് ആരോഗ്യം ഉണ്ടായാലല്ലേ കുട്ടി താഴോട്ട് വരികയുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമായി തീരും. അതുകൊണ്ട് സാവകാശം, ഞാൻ മരുന്നൊന്നും ഇടുന്നേ ഇല്ല. ഓട്ടോമാറ്റിക്കലി വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. വേദന വന്നും പോയി നിന്ന് ഗർഭപാത്രത്തിന് നല്ല രീതിയിൽ വികസനം വരട്ടെ. അങ്ങനെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രസവം നടക്കും. എന്താ, പഴയകാലൊക്കെ നിങ്ങൾ ഉമ്മമാർക്കൊക്കെ അറിയുന്നതല്ലേ. അതുകൊണ്ട് പ്ലീസ് വെയിറ്റ്. പിന്നെ നിങ്ങൾ ചോദിച്ചില്ല ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഏതൊരു ഭർത്താവും ഭാര്യയുടെ പ്രസവം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെയധികം സങ്കടമുള്ള കാര്യം തന്നെയാണ്. തൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ പെയിനും കാര്യങ്ങളും ഇല്ലാതെ വേഗം പ്രസവിക്കണേ റബ്ബേ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ നിങ്ങൾ. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടമായിട്ടോ. മോനെ ഷമീർ, എല്ലാം ശരിയാകും. പ്ലീസ് വെയിറ്റ് കേട്ടോ. പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക.
ഷമീറിനത് കേട്ടപ്പോൾ അത് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. എന്നാൽ ഷമീറിനോട് ഡോക്ടർ അത് പറയുന്നത് അവരുടെ ഉമ്മമാരും ഉപ്പയും ആങ്ങളുകളും എല്ലാം കേട്ടപ്പോൾ ശരിക്കും അവർക്ക് തന്നെ സന്തോഷം തോന്നി. എന്നാൽ ശരി കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, നോക്കട്ടെ, വേദന പെയിന് കുറയുകയാണെങ്കിൽ ഞാൻ റൂമിലേക്ക് നിങ്ങൾക്ക് ആക്കി തരുകയും ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് വേദന പെയിന് കൂടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഇരിക്കും കേട്ടോ. നമ്മുടെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തോളൂ. എന്നാൽ അതിനിടയ്ക്ക് അതാ മറ്റൊരു പ്രസവം അവിടെ ആ ലേബർ റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില സിസ്റ്റേഴ്സ് വളരെയധികം എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഗർഭിണിയാകുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആണുങ്ങളുടെ മുമ്പിൽ അങ്ങനെ എന്ത് പറയിപ്പിക്കണ്ട. പിന്നെ ലേബർ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ നിങ്ങൾ അട്ടഹസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയില്ലായിരുന്നു ആദ്യം പ്രസവവേദന ചെറുതായിരിക്കില്ല എന്നൊക്കെ. എന്നാൽ ഡോക്ടർ അത് കേട്ടുകൊണ്ട്, സിസ്റ്ററെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പേഷ്യൻറ്റിന് നമ്മൾ സ്നേഹവും കരുതലാണ് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് ടെൻഷൻ ആക്കരുത്. നമ്മൾ കഴിയുന്നത് നമ്മൾ അവരോടൊപ്പം ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടി മോളെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുക. അല്ലാതെ നമ്മൾ ഈ ടെൻഷൻ ആക്കുന്ന രീതിയിലുള്ള സംസാരം കൂടി ആകുമ്പോൾ അവരാകെ പേടിച്ച് പ്രഷർ കൂടിയിട്ട് എന്താണ് നിങ്ങളൊക്കെ പഠിച്ചു വന്നതല്ലേ ഇങ്ങോട്ട്. നിങ്ങളിങ്ങനെ ഈ പേഷ്യൻറ്റിനോട് പെരുമാറരുത് കേട്ടോ. നമ്മളവർക്ക് സാന്ത്വനമാവണം, സമാധാനമാവണം. എന്നാൽ ഈ ഡോക്ടറുടെ അടുത്തും ചികിത്സക്കാർ കൂടിക്കൂടി വരികയാണ്. എല്ലാവരും മുംതാസ് ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ ഡോക്ടറുടെ സ്വഭാവവും പരിഗണനയും അതെല്ലാം അങ്ങനെയാണ്. പല ഡോക്ടേഴ്സും അവിടെ പല രീതിയിൽ പറയുന്നുണ്ട്, മിണ്ടാതെ കിടന്നോണം. ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ പെരുകുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? അതെ, 6 മക്കളെ പ്രസവിച്ച 7ാമത്തെ പ്രസവത്തിന് വേണ്ടി നഫീസ എന്ന് പേരുള്ള ഒരു ഇത്താത്ത വന്നിട്ടുണ്ട്. അതിനോടാണ് പറയുന്നത്, എന്തിനാണ് നഫീസ ഇങ്ങനെ കിടന്ന് ഇടങ്ങാറാകുന്നത്? നിങ്ങൾക്കൊക്കെ അങ്ങ് വീട്ടിൽ വെറുതെ ഇരുന്നൂടെ? 5-6 പെറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ, ഇനിയും എന്തിനാ? ഓ ഡോക്ടറെ, എന്താ നഫീസ, ഇതൊക്കെ നിർത്താനായില്ലേ നിങ്ങൾക്ക്? കുറേ അങ്ങ് പെറ്റ് കൂട്ടിയിട്ട് എന്ത് കാര്യ? വയസ്സാം കാലത്ത് ഓരോന്നിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ രാജമ്മ എന്ന പേരുള്ള ഒരു ഡോക്ടറാണ് അത് പറയുന്നത്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് കെട്ടി എഴുന്നള്ളിക്കോളും ഇങ്ങനെ ഓരോന്ന്. എന്താന്നില്ലേ, പ്രസവിക്കാനുള്ള ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അങ്ങനെ പറയുന്നുണ്ട്. അതെ, പാവം ആ സ്ത്രീ അവർക്കറിയുകയാണ്, പ്രസവ വേദനയാണ്, അവർക്ക് നല്ല രീതിയിലുണ്ട്. എന്നാൽ മുംതാസ് ഡോക്ടർ അത് കാണുന്നു. പക്ഷേ മുംതാസ് ഡോക്ടർക്കുള്ള ഡ്യൂട്ടി അല്ലല്ലോ അത് മറ്റു ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ചീത്ത പറയുന്നു. അതിനിടയ്ക്ക് രാജമ്മ അപ്പുറത്തേക്ക് എന്തോരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുകയും ചെയ്തു. അതെ, ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ. എന്നാൽ അതെ, ആ ലേബർ റൂമിൽ അവിടെ വിങ്ങിപ്പൊട്ടിക്കരയുന്ന, വേദന സഹിച്ച് പുളയുന്ന നഫീസ എന്നു പേരുള്ള ആ ഒരു പേഷ്യൻറ്റിനെ ഡോക്ടർക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുംതാസ് ഡോക്ടർ അവരുടെ അടുത്ത് ചെന്നു. എന്താ നഫീസ? ഡോക്ടറെ, എന്നെ രക്ഷിക്കണം ഡോക്ടറെ, എനിക്ക് 6 മക്കളുണ്ട്. അല്ല നഫീസ, 6 വീട്ടിൽ നിന്നാണ്. പക്ഷേ ഇതെങ്കിലും നിർത്തണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. മാഷാ അല്ലാ, ധീര വനിത തന്നെയാണ് കേട്ടോ നിങ്ങൾ, ധീര വനിത തന്നെയാണ്. കാരണം 6 വീട്ടിൽ നിന്ന് പ്രസവിച്ചില്ലേ, പിന്നെ ഇപ്പം നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ മക്കൾക്കൊന്നും? ഇല്ല, എൻ്റെ വലിയ മക്കളൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. ആഹാ, എന്ത് മക്കളാണ്? അതെ, സോപ്പിട്ട് കൊണ്ട് തന്നെ. അതാ ഡോക്ടർ ചോദിക്കുന്നു. ഡോക്ടറെ, 6 ആമക്കളാണ്. ഓ, ഒരു പെൺകുഞ്ഞിനെ വേണമല്ലേ? പെൺകുഞ്ഞിന് വേണ്ടി കാത്തിരുന്നാണ് ഇത്രയും ദിവസം. പക്ഷേ എല്ലാ ആൺകുട്ടികളായിരുന്നു. സാരമില്ല കേട്ടോ, ഒരിക്കലും വിഷമിക്കണ്ട. കാരണം പടച്ച റബ്ബ് തരുന്നതല്ലേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള മക്കളാക്കി തരട്ടെ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നോക്കട്ടെ,
ആ, കുഞ്ഞ് നല്ലോണം ഇറങ്ങി വരുന്നിട്ടൊക്കെ ഉണ്ടല്ലോ. ആ, പിന്നെ ടെൻഷൻ ആവല്ലേ കേട്ടോ. ടെൻഷൻ വേണ്ട. എന്തിനാ ടെൻഷൻ ആകുന്നത്? നിങ്ങളുടെ ഭർത്താവില്ലേ കൂടെ? ഒന്ന് വിളിക്കട്ടെ. നഫീസയുടെ കൂടെ ഡോക്ടർ അതാ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പാവം, കുറച്ച് പ്രായമായ ഒരാൾ, അലവി. അദ്ദേഹം അങ്ങോട്ട് വന്നു. നഫീസ അലവി അല്ലേ? ആ, അലവി പിന്നെ നഫീസയുടെ ഭർത്താവല്ലേ? ആ ആ ആ ഡോക്ടറെ, എന്താ അവളുടെ പാട്? ആ, എനിക്ക് നിങ്ങളോട് കൺഗ്രാജുലേഷൻസ് ആണ് പറയാനുള്ളത്. പക്ഷെ പ്രസവം കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്താ നിങ്ങളുടെ ഭാര്യയ്ക്ക് 6 വീട്ടിൽ നിന്ന് നല്ല നോർമലായി ഡെലിവറി കഴിഞ്ഞതല്ലേ? പിന്നെ ഡെലിവറിൻ്റെ കാര്യത്തിൽ കുറച്ച് കുഴപ്പം ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നിർത്താനാണ് നിങ്ങളുടെ പ്ലാനിങ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങളെല്ലാം നടക്കട്ടെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡിയാവും. ടെൻഷൻ ആവണ്ട കേട്ടോ. ടെൻഷൻ ആവണ്ട, പ്രാർത്ഥിക്കുക. ഓക്കെ. അങ്ങനെ അതാ നഫീസ എന്ന് പേരുള്ള അവർ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്. ഓ ഡോക്ടറെ, എന്നെയല്ല മോളെ വിളിക്കേണ്ടത്, അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹ് എന്ന് വിളിക്കുക. യാ ലത്തീഫ് യാ സലാം എന്നങ്ങ് പറഞ്ഞോട് വേദന വരുമ്പോൾ. കുഴപ്പമൊന്നുമില്ല, ഇവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ ധൃതി പാടില്ല നമുക്ക്. സത്യം പറഞ്ഞാൽ അതാ മുംതാസ് ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് നഫീസക്ക് തോന്നിയത്. എന്നാൽ പെയിൻ കൂടിക്കൂടി വരുന്നു. സിസ്റ്ററെ ഒന്ന് പറഞ്ഞേക്ക് പെയിൻ കൂടുന്നുണ്ടെന്ന്. ആ, നഫീസയുടെ കൂടെ നല്ല രീതിയിൽ പെയിൻ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നഫീസ, എന്താ, എങ്ങനെയുണ്ട് ഡോക്ടർ? ഓ, എനിക്ക് കഴിയൂല ഡോക്ടർ. അതെന്താ? വീട്ടിൽ നിന്ന് അത്രയെണ്ണം പ്രസവിച്ചതല്ലേ, പിന്നെന്താ ഇവിടുന്ന് പ്രസവിക്കാൻ അത്ര പാട്? എനിക്ക് പണിയില്ലായിട്ടൊന്നുമല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. വേണ്ട, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളതാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേദന സഹിക്കാൻ തയ്യാറില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, അനസ്തേഷ്യ കൊടുക്കാം, ഒക്കെ ചെയ്യാം. എത്രയോ കഴിഞ്ഞു പോകുന്നുണ്ട്. അതാ രാജമ്മ ഡോക്ടർ അങ്ങോട്ട് ഓപ്പറേഷന് പോയിട്ടുണ്ട്. അത് ആഗ്രഹിക്കുന്നില്ലല്ലോ? ഇല്ല ഡോക്ടറെ, അതൊന്നും വേണ്ട. ആ, ഓക്കെ ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പിന്നെ പ്രസവം നിർത്തുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രോത്സാഹനമില്ല കേട്ടോ. കാരണം അത് നമുക്ക് പഠിച്ചോൻ എത്ര കരുതിക്കണേ അത്ര എന്തൊക്കെ തന്നെ തരുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിർത്താതെ തന്നെ നിങ്ങൾ പോവുമായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് നോക്കുക കേട്ടോ ഡോക്ടറെ. ആ, ആയിക്കോട്ടെ. അപ്പോഴേക്കും അതാ സീനത്തിൻ്റെ അരികിലെത്തി ഡോക്ടർ. മോളെ സീനത്തെ, എങ്ങനെയുണ്ട്? നോക്കട്ടെ ഡോക്ടർ, നോക്കട്ടെ. ആഹാ, മാഷാ അല്ലാ. ഓക്കെ ഓക്കെ, റിലാക്സ് അല്ലേ? എന്താ റൂമിലേക്ക് പോകണോ? പെയിൻ വരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ കേട്ടോ. ഞാൻ മെഡിസിൻ ഇട്ടിട്ടില്ല, മെഡിസിൻ ഇടേണ്ട ആവശ്യമില്ല, നാച്ചുറലായിട്ട് വരട്ടെ. മെഡിസിൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ സഹിക്കാൻ കഴിയാത്ത പൊട്ടിപ്പൊളിയുടെ വേദന വരും. പിന്നെ നമ്മൾ ക്ഷീണിച്ചു പോകും. നിങ്ങൾക്ക് ആരോഗ്യം വേണം പ്രസവിക്കണമെങ്കിൽ. ആ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? സന്തോഷവും സമാധാനവും വേണം. അതും അതിന് പെട്ട് തന്നെയാണ്. എങ്കിൽ ആരോഗ്യവും ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും കുടിക്കാൻ മോൾക്ക് വേണോ? വേണ്ട. ഇനി സംസം വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. സിസ്റ്ററെ, സംസം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എടുത്തു കൊടുക്കാൻ പറയൂ കേട്ടോ. അപ്പോഴേക്കും അതാ സിസ്റ്റർ അവിടെ പോയി സീനത്തിൻ്റെ കൂടെ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എന്താ സംസം വെള്ളം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോഴേക്കും അതാ അവിടെ കരുതിയിരുന്നു നമ്മുടെ ഷമീറിൻ്റെ ഉമ്മ. അവർ വേഗം അത് എടുത്തു കൊടുത്തു സീനത്തിന്. അത് ഡോക്ടർ തന്നെ കൊടുത്തു. മോളെ കുടിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജമ്മ അത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോഴേക്കും ഇങ്ങെത്തി. എന്തായി നഫീസ, എന്തായി? കഴിഞ്ഞു കേട്ടോ, ടൈം കഴിഞ്ഞു. ഇനി കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതും ഞങ്ങളെ തലയിലാകും. അതെ, ഒപ്പിടാൻ പറഞ്ഞേക്ക്. ശരിക്കും മുംതാസ് ഡോക്ടർ ഞെട്ടിപ്പോയി. അത് സൈൻ ചെയ്യണം, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിച്ച് പോകണം. അല്ലാതെ എനിക്കിവിടെ ഒരിക്കൽ പോലും ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. ഇത്രയും പ്രായമായില്ലേ, വെറുതെ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? ഒരു 2ഓ 3ഓ, ഇതിപ്പോൾ 5ഉം 6ഉം 7ാമത്തതാണിത്. എന്ത് കഷ്ടമാണിത് മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട്. മുംതാസ് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ നോക്കിക്കോളാം ഇവരെ കാര്യം. എന്താ മുംതാസ് നീ ഈ പറയുന്നത്? ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഇവർക്കൊക്കെ? എനിക്കറിയുന്നില്ല ഡോക്ടറെ. പ്ലീസ്, ഒരു പേഷ്യൻറ്റിനോട് ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്? ഇങ്ങനെ പെരുമാറുന്നതിന് എന്താണ് അർത്ഥം? അവരാകെ ടെൻഷനായി, പ്രഷറൊക്കെ കൂടൂലേ? മുംതാസ് എന്നെ പഠിപ്പിക്കേണ്ട, നിന്നേക്കാൾ എക്സ്പീരിയൻസ് എന്തായാലും എനിക്ക് തന്നെയാണ്.
അത് പറഞ്ഞുകൊണ്ട് രാജമ്മ ഒന്ന് കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി. ഒന്നും വിചാരിക്കണ്ട കേട്ടോ, അവർ പെട്ടെന്ന് സൈൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഡോക്ടറെ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ. ഇല്ലില്ല, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, ഓക്കെ. എന്നാൽ അതിനിടക്ക് അതാ അവൾക്ക് വലിയ വലിയ വേദന വരുന്നു. നഫീസ, കുഴപ്പമില്ലല്ലോ, വേദന ഓക്കെ അല്ലേ? സാരമില്ല കേട്ടോ, നല്ലോണം ശ്വാസം ഇങ്ങനെ വല്ലാതെ ശബ്ദമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓക്കെ. എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓക്കെ. പെട്ടെന്ന് രാജമ്മ അങ്ങോട്ട് വന്നു. 5 മിനിറ്റ്. അതെ, നഫീസയുടെ കൂടെ അതെ ആ പ്രായമായ ആൾ അദ്ദേഹം അലവി ഓടി വന്നു. എന്താടോ ഇതൊക്കെ? എന്തിനാ പെണ്ണും പിള്ളേരെ എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? വയസ്സായില്ലേ, ഇതൊക്കെ നിർത്തിക്കൂടെ? അവരവിടെ കിടന്ന് ഇടങ്ങാറാകണേ, കീറിപ്പൊളിക്കണം, അല്ല എന്താ ചെയ്യുക? പെട്ടെന്ന് സൈൻ ചെയ്യണം. അപ്പോഴേക്കും സിസ്റ്റർ അതാ സൈൻ ചെയ്യാനുള്ള പേപ്പറുമായി എത്തുന്നു. ഇതിൽ നിങ്ങളുടെ പേരും ഒപ്പൊക്കെ ഇട്ടിട്ട് സൈൻ ചെയ്ത് തരണം. ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി. ഡോക്ടറെ, ഓൾ 6 നല്ല സുഖപ്രസവത്തിൽ പ്രസവിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഓഹോ, 6 സുഖമാണെന്ന് കരുതി 7ാമത്തെ സുഖമാവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് റിസ്ക്കുള്ളതാണ് അത്യാവശ്യം. അതിനായിട്ടില്ലല്ലോ, ഇപ്പോൾ വന്നിട്ടല്ലുള്ളൂ. ഓൾക്ക് 1-2 ദിവസമൊക്കെ പ്രസവവേദന ഉണ്ടാകും. പ്രസവം നിർത്തണമെന്ന് കരുതിയതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ആശുപത്രിക്കാരോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണ്ടേ? ശരിക്കും ചൂടാകുന്ന ഒരു ഡോക്ടർ തന്നെയാണ് രാജമ്മ. എന്നാൽ അവർ മുംതാസ് ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടറെ, ഇവരെ കാര്യം എനിക്ക് കഴിയൂല. എനിക്ക് ഇപ്പോൾ അവരെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ എന്ത് തന്നെ വന്നാലും ഞാൻ ഏറ്റെടുക്കൂല കേട്ടോ. അവരാണെങ്കിൽ സൈൻ ചെയ്ത് തരാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. എന്നാൽ ഷബ്ന ഡോക്ടർ, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. അങ്ങനെ അതാ അവരുടെ ഭർത്താവ് അലവിയെ വിളിച്ചു. നഫീസയുടെ കൂടെ ഡോക്ടർ വന്നു. അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവം 7ാമത്താണെന്ന് അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ടാണോ കഴിഞ്ഞതൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഡോക്ടറെ, ഓൾക്ക് 1 ദിവസം 2 ദിവസം മുമ്പ് തന്നെ തുടങ്ങും. അങ്ങനെ അങ്ങോട്ട് പ്രസവിക്കും. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. പെട്ടെന്ന് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ക്യാഷും കാര്യങ്ങളും അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഡോക്ടറെ, ഇവിടെയൊക്കെ നല്ല പൈസയും വരൂലേ? ഒരു സുഖപ്രസവത്തിനുള്ള പൈസ അതേ എൻ്റെ കയ്യിലുള്ളൂ, വേറൊന്നും എൻ്റെ അടുത്തില്ല. എൻ്റെ മക്കളും തന്നെ പണിക്കൊന്നും പോകാനായിട്ടില്ല, ഒക്കെ പഠിക്കണ മക്കളാണ്. അവരുടെ അടുത്തൊക്കെ എന്തുണ്ടാകാനാണ് ഡോക്ടറെ? അതുകൊണ്ടാണ് ഞാൻ മടിക്കണത്. പിന്നെ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറും. ഇതുവരെ അവളെ കീറി പൊളിക്കേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ സാരമില്ല, എല്ലാം ശരിയാവും. ഡോക്ടറെ, ഞാൻ ഒപ്പിട്ട് തരാം. എന്താ? അപ്പോൾ തന്നെ അദ്ദേഹം അതിൽ സൈൻ ചെയ്തു. ശരിക്കും പറഞ്ഞപ്പോൾ ആ ഒരു കടലാസിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുള്ളി ഉറ്റി. എന്നാൽ ഷബ്ന ഡോക്ടർ ചില തീരുമാനങ്ങൾ എടുത്തു. വിഷമിക്കേണ്ട ഉപ്പ, അവിടെ പോയിരുന്നോളൂ. എന്നാൽ ഈ സമയം രാജമ്മ ഡോക്ടർ പറയുകയാണ്, മുംതാസ്, ഈ പേഷ്യൻറ്റിനെ ഓപ്പറേഷന് വേണ്ടി സൈൻ ചെയ്തോ? അവർ ചെയ്തതായി പറഞ്ഞില്ല. അഥവാ ചെയ്ത് എന്ന് പറഞ്ഞാൽ, സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അനസ്തേഷ്യ നൽകും. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവർ. ഡോക്ടറെ, ഞാൻ നോക്കട്ടെ. നീ നോക്ക്. അല്ലാതെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനും സമ്മതിക്കൂല. അങ്ങനത്തെ ടീമിനെ എനിക്കിഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. അവർക്കിപ്പോൾ എന്തിനാ? എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ഡ്യൂട്ടിക്ക് വേറെ ഹോസ്പിറ്റലിൽ എനിക്ക് ചാർജുള്ളതാണ്. വീട്ടിലേക്ക് എനിക്ക് പ്രസവത്തെ അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ വരും. എൻ്റെ ടൈമായി. ഈ ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് പ്രസവം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുക്കാറാണ് പതിവ്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? എന്നാൽ അത് കേട്ടപ്പോൾ അത് ശരിക്കും അതൊരു കച്ചവടം പോലെ തോന്നി. അത് മുംതാസ് ഡോക്ടർക്ക്. ഡോക്ടറെ, ഞാൻ നോക്കിക്കോളാം അവരുടെ കാര്യം. ഇനി എന്നെ അടുത്തേക്ക് വരുന്നേ വേണ്ട ഒരു പേഷ്യൻ്റ്. ഇങ്ങനത്തെ ഒരു കഷ്ടകാലം. അതും പറഞ്ഞ് അതാ ഡോക്ടർ പിണങ്ങിയ രീതിയിൽ എന്തൊക്കെയോ പ്രാഗി പറഞ്ഞുകൊണ്ട് പോകുന്നു. ഡോക്ടർ കാറിൽ കയറി പോയി. മുംതാസ് ഡോക്ടർ അതാ നഫീസയെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. പൾസ് നോക്കി, ഇടയ്ക്കിടെ പരിശോധിച്ചു.
പരിശോധനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കി. ഒന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നോർമലായിട്ട് ഉണ്ടായിക്കോളുമെന്ന് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നഫീസ, പിന്നെ സാരമില്ല കേട്ടോ, ടെൻഷനില്ലല്ലോ, ടെൻഷനാകേ വേണ്ട. അള്ളാഹു നമുക്ക് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ തരാൻ കരുതുമെന്ന് വിചാരിച്ചാൽ അതുപോലെ തന്നെ തരും. നമ്മൾ പടച്ച റബ്ബിനെ എല്ലാം ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നങ്ങനെ ചൊല്ലിക്കോളെ കേട്ടോ. അങ്ങനെ അതാ നഫീസക്ക് പ്രസവവേദന കൂടിക്കൂടി വന്നു. എന്നാൽ സിസ്റ്റർമാരെല്ലാം, അതെ രാജമ്മയുടെ സിസ്റ്റർമാരെല്ലാം അവരെന്തോ വല്ലാതെ പിറുപിറുക്കുന്നുണ്ട്. അതിനിടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇതീ തള്ള എത്ര സമയമായി ഇവിടെ കിടക്കണ്. സിസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ അല്പം മാറി നിന്നോളൂ, ഞാൻ നോക്കട്ടെ. ശരിക്കും അതാ അവർ വേദന പെയിന് കൂടിക്കൂടി വന്നപ്പോൾ പറഞ്ഞു, നഫീസ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാനാട്ടോ. അതെ, ഓരോ നിർദ്ദേശങ്ങൾ ഡോക്ടർ നൽകിക്കൊണ്ടേയിരുന്നു. ആ അങ്ങനെ തന്നെ, ഓക്കെ, മാഷാ അല്ലാ, പോരട്ടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് യാ ലത്തീഫ് യാ സലാം. അങ്ങനെ ഡോക്ടർ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ട് അതാ ആ പേഷ്യൻ്റ് പാവം നഫീസ ഉമ്മയും ഓരോന്ന് ചൊല്ലിക്കൊണ്ടേ ഇരുന്നു. ഡോക്ടറെ, അല്ലാഹ് ഇനി കഴിയൂല ഡോക്ടറെ. എന്താ നഫീസ, പടച്ച റബ്ബുണ്ടല്ലോ, അള്ളാഹു നൽകിയതല്ലേ, നമുക്ക് വേണ്ടേ നമ്മുടെ കുഞ്ഞിനെ? ആ ചെല്ലേ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യേ. കമോൺ, പുഷ് പുഷ് നഫീസ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ അതാ നമ്മുടെ നഫീസ പ്രസവിച്ചിരിക്കുന്നു. ശരിക്കും സിസ്റ്റർമാരെല്ലാം അത് കണ്ട് ഞെട്ടി. അതെ, ഓപ്പറേഷത്തിന് വേണ്ടി എഴുതിയ കക്ഷിയായിരുന്നു നഫീസ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്ത് കുഞ്ഞായിരുന്നു ആഗ്രഹം? ഉള്ള കുഞ്ഞ് ഏതായിരുന്നു? എൻ്റെ കുഞ്ഞ് ആൺകുട്ടികളായിരുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഏഴാമത്തതൊരു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നഫീസയുടെ നെഞ്ചിലേക്ക് അതാ ആ കുഞ്ഞിനെ ഡോക്ടർ വെച്ച് കൊടുത്തു. നഫീസ നിറ കണ്ണുകളോടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ വിളിച്ച് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വേണ്ട, ഞാൻ പറഞ്ഞോളാം. നഫീസയുടെ കൂടെ ഡോക്ടറെ കഴിഞ്ഞോ, എന്തായി? കൺഗ്രാജുലേഷൻസ്, മാഷാ അല്ലാഹ്, നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു. ഡോക്ടറെ, ഓപ്പറേഷൻ ആയിരുന്നോ അതോ? അതെ, സുഖപ്രസവമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല കേട്ടോ, കുഞ്ഞിനൊക്കെ കാണിച്ചു തരാം. ശരിക്കും ആ പിതാവ് പൊട്ടിക്കരഞ്ഞു. അതെ, പ്രായമായ സമയത്തും ഭാര്യ ഗർഭിണിയായി എന്ത് ചെയ്യും? എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്കൊരു ഏഴാമത്തെ പെൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലായപ്പോൾ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്നത് അവരെല്ലാവരും ഒരു നിമിഷം കണ്ടു. അതെ, നമ്മുടെ സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും ഷമീറും ഉമ്മയുമെല്ലാം ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും സന്തോഷിച്ചു. എന്നാൽ ലാബ് റൂമിലാകെ അതൊരു വിഷയമായി. ആ ഒരു വാർത്ത കേട്ട് സീനത്തും അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. മോളെ സീനത്തെ, എങ്ങനെയുണ്ട്? പേന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് കിട്ടിയാൽ പോരാട്ടോ, കുറച്ച് കൂടുതലായിട്ട് വേണം. ഞാൻ പറയാം മോള്, നമുക്ക് ഇപ്പോൾ ലാബ് റൂമിൽ വെറുതെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. മോള് ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ചൊക്കൊന്ന് അതിലേക്ക് നടന്നൂടെ കേട്ടോ. ആ വരാന്തയിലൂടെയൊക്കെന്ന് ശരിക്ക് മരുന്നിട്ടാൽ പെട്ടെന്നാകും, പക്ഷെ അതെന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് വേണ്ട. സീനത്തിൻ്റെ കൂടെ അപ്പോഴും ഷമീർ തന്നെ മുന്നോട്ട് വന്നു. ഡോക്ടറെ, അത് അവൾക്ക് പെയിൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഫസ്റ്റത്തതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഹൃദയമിടിപ്പൊക്കെ ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ. പക്ഷേ ഇവളെ നടന്നോട്ടെ കേട്ടോ, രണ്ടുപേരും സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, അങ്ങനെയൊക്കെ അവളുടെ ഹസ്ബൻഡിനെ തന്നെ രണ്ടുപേരും കൂടി ആകുമ്പോൾ ഹാപ്പി ആവുമല്ലോ, അതായിരിക്കും നല്ലത്. ഇപ്പോഴും ലാബ് റൂമിലിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. മോള് പോയിക്കോളൂ. സീനത്തിനോട് സ്നേഹത്തോടെ മുംതാസ് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ സീനത്തിനും വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, വലിയ വേദനയില്ല, അതിങ്ങനെ വരിക പോവുക അങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാ കൂടുതലായി കഴിഞ്ഞാൽ വരണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് സിസ്റ്റർ വരും, ചെക്കിങ്ങിനൊക്കെ വരുമൊക്കെ, ഓക്കെ. മുംതാസ് ഡോക്ടറുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ തന്നെ അത് ശരിക്കും അവരെല്ലാം പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം നഫീസ, എന്തായി? നഫീസയുടെ പ്രസവം എന്തെങ്കിലും ആയോ, അതോ ഓപ്പറേഷന് സമ്മതിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രാജമ്മ ഡോക്ടർ വിളിക്കുന്നു.
നേരെ വിളിച്ചത് മുംതാസ് ഡോക്ടർക്ക് തന്നെയായിരുന്നു. ഡോക്ടറെ, അൽഹംദുലില്ലാ അവൾ പ്രസവിച്ചിരിക്കുന്നു. ആണോ? ഓ, എനിക്ക് സമയമില്ല ഓരോരുത്തരുടെ പ്രസവമൊന്നും കാത്തിരിക്കാൻ. എനിക്ക് എൻ്റെ വേറെ ഡ്യൂട്ടിക്ക് വേണം. എൻ്റെ പേഷ്യൻസ് ഇവിടെ എത്ര വന്നിരിക്കുന്നു അപ്പോഴേക്കുന്നോ, എനിക്കതിനെ നഷ്ടപ്പെടൂലേ? ഡോക്ടറെ, എന്തൊരു പേഷ്യൻ്റ് ആയാലും ഇത് പ്രസവം എന്ന് വെച്ചാൽ അതിനോരോ ടൈമും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ വിചാരിച്ച രീതിയിൽ പിടിച്ചു പറിക്കാൻ പറ്റൂലല്ലോ. എന്നാൽ രാജമ്മക്ക് തീരെ പറ്റിയില്ല. എന്നാൽ പിന്നെ എൻ്റെ പേഷ്യൻറ്റിനെയൊക്കെ നീ അങ്ങ് എടുത്തോ, അതായിരിക്കും നല്ലത്. രാജമ്മ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും മുംതാസ് ഡോക്ടർക്ക് ജാടയുണ്ടായിരുന്നില്ല. എല്ലാവരും സുഖപ്രസവത്തിലൂടെ രക്ഷപ്പെടണം എന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്താഗതി. എന്നാൽ ഈ സമയം അതാ സീനത്ത് വരാന്തയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അതിലെ മുംതാസ് ഡോക്ടർ അങ്ങോട്ട് കടന്നു പോയപ്പോൾ, എന്താ സീനത്തെ, ഹസ്ബൻഡിനെ കൈപിടിച്ച് നടക്ക്, ഒറ്റയ്ക്കല്ല 2 പേരും കൂടിയാടി ചിരിച്ച് കളിച്ച് നടക്ക്. അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് കുഞ്ഞങ്ങ് താഴോട്ട് ഇറങ്ങും. എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒന്നും വിഷമിക്കേണ്ട, നല്ല ഹാപ്പി ആയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് 3ാമതൊരാൾ വരികയാണ്. നിങ്ങൾ 2 പേരും ഹാപ്പി ആയിരിക്കുക. ശരിക്കും ഷമീറിന് കരയണോ ചിരിക്കണോ എന്നിവരെ തോന്നിപ്പോയി. റബ്ബേ, പാവം ഡോക്ടർ വിചാരിച്ചത് ഞാൻ അവളുടെ ഹസ്ബൻഡ് തന്നെയാണ്. റഹ്മാനെ കാത്തു രക്ഷിക്കണേ. എന്തായിരിക്കും സീനത്തിൻ്റെ പ്രസവം? എളുപ്പമാകുമോ അതോ ഓപ്പറേഷൻ ആകുമോ? നല്ല ടെൻഷനുണ്ട് ഷമീറിനും വീട്ടുകാർക്കൊക്കെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷെഫി ഉസ്താദ് ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഷമീർ പറയുന്നു. അതെ, അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞേക്കൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ദുആ കൊണ്ട് എല്ലാം പെട്ടെന്ന് ക്ലിയർ ആയാലോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.